സാർ. ആ, ഇതെന്താണോ, മരപ്പെട്ടിയോ അതോ പാമ്പോ? അതൊന്നുമില്ല സാറേ, പെരിച്ചാഴിയാ. ആ, അടിപൊളി. കേട്ടോ, വേണോ? ശില്പ, അവിടെ അവിടെ ശില്പ, സാറിന്റെ പെരിച്ചാഴി തിരിഞ്ഞോ? ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. എൻ്റെ കയ്യിലുണ്ട് ഒരു പെരിച്ചാഴി. ബഷീറേ, എന്താ സാർ? കൊച്ചു വാള വെച്ചോളൂ. അകത്തുണ്ട് സാറേ, നോക്കിയില്ല. നിങ്ങൾ എന്താ സാറേ അവളെ ചെയ്ത? ബഷീറേ, റീന ക്വാർട്ടേഴ്സിലോട്ട് വയ്ക്കും. ഇതിൽ ആവശ്യമുണ്ടെ വിളിക്കാം. ശരി സാർ. നീ എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഞാൻ തിരിച്ചൊന്നും പറയാത്ത എന്താണെന്നറിയോ? ഇവളെ ഓർത്തിട്ടാ. സർ, സർ രക്ഷിക്കണം സർ. ഈ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം നശിച്ചു. ഞാൻ സാറിന്റെ കാല് പിടിക്കാൻ സഹായിക്കണം. ഞാൻ സഹായിക്കാം, പക്ഷെ നീ എനിക്ക് പകരം എന്ത് തരും? എന്തു വേണമെങ്കിലും തരാം സർ. ഓ, എന്തു വേണമെങ്കിലും തരുമോ? തരാം സർ. വാ, ഈ ഒരു രാത്രി, ഈ ഒരൊറ്റ രാത്രി നിന്റെ ശില്പ എനിക്ക് തരും. സർ എന്ത് ചൂടാവല്ലേ? സമ്മതിച്ച നിന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ലാതെ ഞാൻ ഇവിടുന്ന് വിടാം. സാർ, കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടിയാ സാറാണ്. എന്ത് വേണമെങ്കിലും. എടാ, അതിന് നീ ഇപ്പോൾ അവളെ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ മോനെ. കാമുകയുടെ ചാരിത്രവും പരിശുദ്ധിയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന നീ കൊടുക്കും. അവള് പെണ്ണ, പുല്ലുപോലെ രക്ഷ. പക്ഷെ നിന്റെ ഗതി അതല്ല. എന്നെ കൊല്ലാൻ നോക്കിയതും പിന്നെ ഈ കഞ്ചാവ് കേസ് അകത്തായ പിന്നെ അമേരിക്കയിലെന്നല്ല നീ എങ്ങും പോവില്ല. നീ ആലോചിക്കേ, നന്നായിട്ട് ആലോചിക്കുക.
സാറിപ്പോൾ പോവും. അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ച ദൈവം തമ്മിനെ നിർത്താലും അത് നടത്തിയിരിക്കും. നീ ഇപ്പോൾ ഓക്കെ പറഞ്ഞ നിനക്ക് ഓക്കും നാളെ ഇവിടുന്ന് ഒരു പ്രശ്നമില്ലാതെ പോകാം. സർ ഞാൻ എങ്ങനെയാ സർ സമ്മതിക്കുക? നീ അങ്ങനെ സമ്മതിച്ചേക്ക്. വാ വാടാ, നിനക്ക് യൂസിലൊക്കെ പോകണ്ടേ? എന്തായാലും അവൻ ഓക്കെ സാറേ. ഗുഡ് ബോയ്. എന്നാ വാമളെ, നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. വാ. വാടി. രാഹുൽ, ചെല്ല് ഇങ്ങോട്ട്. ചെല്ല് ശില്പ. സർ ശില്പ എവിടെ? അപ്പോൾ എന്ത് ചെയ്യും സാറേ? സർ ശില്പ എവിടെ സർ? പറയാടാ. വാ. വാ. സർ സർ കയറ്. വാ, ഇറങ്ങ്. എന്താ സർ ഇവിടെ? അവൾക്ക് എന്താ പറ്റിയ? നീ വാ. സാറേ സാറേ എന്തിനാ സാറേ നമ്മളിവിടെ വന്നേക്കണേ? ഇന്നലെ രാത്രി അവളൊന്നിനും സമ്മതിച്ചില്ലടാ. അവസാനം നീയും കൂടെ അറിഞ്ഞിട്ടാണ് ഇതെല്ലാം അവളോട് പറയേണ്ടി വന്നത്. അപ്പോൾ അവള് വയലൻ്റായി. സാർ എന്നിട്ട് അവളെവിടെ? എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി ഇത് പുറത്താരും അറിയാന്ന് പറഞ്ഞു. അത് ഞാൻ നോക്കിക്കോളാം. ഒച്ച വച്ച കൊന്നുകളെന്റെ മോനെ. അവള് ചത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നീയും കൂടിയാ. കേട്ടോടാ. ഇതിപ്പോ അറിയാവുന്നത് നമുക്ക് രണ്ടുപേർക്ക് മാത്രം. എന്റെ കാര്യം സേഫാക്കാൻ എനിക്കറിയാം. ഇതിന്ന് നിനക്ക് രക്ഷപ്പെടണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കും. എനിക്ക് രക്ഷപ്പെടണ്ട സാർ. ഞാൻ കാരണമല്ലേ അവള്. കുറ്റബോധമൊക്കെ നല്ലതാ. പക്ഷെ അകത്ത് പോയി കിടക്കുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല. നിനക്ക് യൂസിന് പോകാൻ വിസയൊക്കെ റെഡി ആയിരിക്കല്ലേ? ആലോചിക്ക്. സർ
സാർ എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം സാർ. എനിക്ക് പോണം സാർ. പറയണ പോലെ ഞാൻ എന്തും ചെയ്യാം സാർ. എന്നാ ബോഡി നശിപ്പിക്കുന്നതിന് മുമ്പ് നീ അവിടെ നിന്ന് കണ്ടോ? വേണ്ട സാർ, എനിക്ക് കണ്ട. കുറെ നാളെ കെട്ടിപ്പിടിച്ച് കൂടെ കിടന്നാലടാ, വെറുതെ ഒന്ന് പോയി കണ്ടോ. സാർ സാർ അത് അവളല്ല സാർ. സാർ അതിൻ്റെ ശില്പയല്ല. അതേടാ, അതവളല്ല. സാർ എന്താ നിനക്ക് നിരാശയുണ്ടോ അതില്? ശില്പ, എന്താ പേടിയുണ്ടോ? സർ, പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. എന്നെ എന്റെ രാഹുലിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. നിന്റെ രാഹുൽ, അവനിപ്പം നിന്നെ എൻ്റെ കൂടെ പറഞ്ഞു വിട്ട എന്തിനാണെന്നറിയോ? ഈ ഒരു രാത്രി നിന്നെ എനിക്ക് തന്ന ഈ കേസിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താന്ന് ഞാൻ അവനോട് പറഞ്ഞു. അതിന് No. Never. എന്റെ രാഹുൽ അങ്ങനെ ചെയ്യില്ല. നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതൊക്കെ നല്ലതാ. പക്ഷെ അതേ ആത്മാർത്ഥത ആ ആൾക്ക് ഇങ്ങോട്ടും ഉണ്ടാവണം. നിന്റെ രാഹുൽ ഇന്നലെ എന്നെ ചവിട്ടി വീഴ്ത്തിയ സ്ഥലമില്ലേ, അതെൻ്റെ സ്റ്റേഷൻ ഏരിയ. 2 ദിവസം മുമ്പ് നിന്നെപ്പോലൊരു പെങ്കൊച്ചിനെ കൊണ്ട് ഒരുത്തനവിടെ കറങ്ങാൻ വന്നു. പിറ്റേ ദിവസം രാവിലെ കണ്ടത് ആ കൊച്ചിൻ്റെ ഡെഡ് ബോഡിയാ. അവനും അവൻ്റെ കൂട്ടുകാരും കൂടി ആ കൊച്ചിനെ, നിന്നെപ്പോലെ തന്നെ ആ പെങ്കൊച്ച് ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടാവും അവനെ, അല്ലേ? ഇവിടെ അടിവാരത്തില് ഭർത്താവ് മരിച്ചൊരു പാവ സ്ത്രീയുണ്ട്. ജീവിക്കാൻ വേണ്ടി അവർ ഈ കാടും മലയൊക്കെ കയറാൻ പോകുമ്പോൾ 4 വയസ്സുള്ളവരുടെ പെങ്കൊച്ചിനെ ഏൽപ്പിക്കുന്നത് ഭർത്താവിൻ്റെ അച്ഛൻ്റെ കയ്യിലാണ്. ഒരു ദിവസം അവർ വന്നപ്പോൾ കണ്ടത് ആ കുഞ്ഞിൻ്റെ ശവ. 70 വയസ്സുള്ള കിളവം കാമം തീർത്തത് ആ പിഞ്ചു കുഞ്ഞിനോട്. ആ കഴിവായ സ്റ്റേഷനിലിട്ട് ചവിട്ടി കൂട്ടുന്നു. നരകത്തിന്റെ അങ്ങേയറ്റം കാണിച്ചിട്ടേ ഞാനവനെ നിയമത്തിനും കോടതിക്കൊക്കെ കൊടുക്കും. സാർ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല എന്റെ രാഹുൽ. അവനൊരു പാവ. നിനക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ ക്വാർട്ടേഴ്സിലേക്കാണ്. പേടിക്കണ്ട, അവിടെ എൻ്റെ ഭാര്യയും മോളൊക്കെ ഉണ്ട്. നാളെ നേരം വെളുക്കുമ്പോൾ നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം എൻ്റെ രാഹുല് ശരിക്കും ആരാണ്. ശില്പ, ഇന്നത്തെ സിറ്റുവേഷൻ നിനക്കറിയാലോ. ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് എന്നെ. എന്ത് സിറ്റുവേഷനാടാ? ഈ കൊച്ചിനെ സ്ഥാനത്ത് നിന്റെ അമ്മയോ പെങ്ങളോ ആയിരുന്നെങ്കിൽ നീ ഇങ്ങനെ
കൂട്ടിക്കൊടുക്കോ? സിറ്റുവേഷൻ. എനിക്ക് നിങ്ങളുടെ ലൈഫിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇവളുടെ അത്ര ഇല്ലെങ്കിലും എനിക്കുണ്ട് വളർന്നു വരുന്നൊരു മോള്. ശില്പ, നിനക്കിനി ഇവൻ്റെ കൂടെ പോകാനാണ് താല്പര്യമെങ്കിൽ പോവാ. ഞാൻ ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ശില്പ, let's forget about all this. നമുക്ക് ഇവിടുന്ന് പോവാം. We must move on. ശില്പ, ശില്പ, listen. ശില്പ, ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിൽ എന്ത് സംഭവിച്ചിരുന്നാൽ പോലും നമ്മുടെ റിലേഷൻ ഒരു രീതിയിൽ എഫക്റ്റ് ചെയ്യില്ല ശില്പ. Let's get married like we planned. I love you, Shilpa. I won't trust you anymore. Please leave me.